നോമ്പ് കാലത്തെ ദന്ത സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നോമ്പ് കാലത്ത് സാധാരണ നമ്മൾ രാവിലെ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തും വരെ എന്താവില്ല, ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വായിൽ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ ഉമിനീരിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഉമിനീരിന്റെ അളവ് നല്ലോണം ഇങ്ങനെ കുറയുമ്പോൾ നമുക്ക് അധികം ഇങ്ങനെ എന്താ പറയാ, വായ്നാറ്റം ഉണ്ടാവും. നല്ല ഡ്രൈ ആയിരിക്കും, മുഖത്ത് ഇങ്ങനെ നല്ല ഡ്രൈ ആയി കിടക്കും. അപ്പൊ അധികം പേരിക്കും നല്ല വായ്നാറ്റം ഉണ്ടാവും. നോമ്പ് തുറക്കാൻ മീൻസ് നോമ്പുള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം ഇങ്ങനെ വായ്നാറ്റം അധികം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വൈകുന്നേരം തുറക്കുന്ന ആ സമയം വരെ ഡ്രൈ ആകുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നോമ്പ് എടുക്കുമ്പോൾ തന്നെ രാവിലെ ഇപ്പൊ അത്താഴത്തിന് നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ആദ്യം നമ്മൾ എണീറ്റ് അവിടെ നന്നായി ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യാൻ നന്നായി ശ്രദ്ധിക്കണം. ചിലവര് വെറുതെ ഇങ്ങനെ വായിൽ വെള്ളം വെച്ച് മീൻസ് കുലുക്കി തുപ്പിയിട്ട് വേഗം പോയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ എന്താക്കണം, ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫ്ലോസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫ്ലോസ് യൂസ് ചെയ്യുക. പിന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ഇനി രാവിലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് അത്താഴം കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇതുണ്ടാവും. അതുകൊണ്ട് വേണം നിങ്ങൾ ബ്രഷ് ചെയ്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കുക. എന്നിട്ട് രാത്രിയാവുമ്പോൾ മീൻസ് രാത്രി കിടക്കാൻ പോകുമ്പോൾ മൗത്ത് വാഷ് എങ്ങനെ വെച്ചാൽ ആൾക്കോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് തന്നെ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നല്ലോണം നല്ലോണം ഇങ്ങനെ കുലുക്കി തുപ്പി അങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ ആകുമ്പോൾ ആ രാവിലെ വരെ നമുക്ക് അതിൻ്റെ പിന്നെ പച്ചവെള്ളം എടുത്ത് കഴുകരുത്. അപ്പൊ രാവിലെ വരെ നമ്മൾ ആ മൗത്ത് വാഷിന്റെ എഫക്റ്റ് നല്ലോണം മോണയ്ക്കും വായക്കൊക്കെ കിട്ടും. അതിനനുസരിച്ച് നമ്മളെ പല്ല് കേട് വരുന്നതിന് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വായിൽ ഓൾറെഡി കേടൊക്കെ ഉള്ള പല്ലുകൾ ഉണ്ട്, പിന്നെ അതുപോലെ അഴുക്കൊക്കെ ഉണ്ട്, കക്കയൊക്കെ കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ആദ്യം തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതൊക്കെ അടക്കുകയും ക്ലീനൊക്കെ ചെയ്യണം. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പരിധി വരെ എന്താക്കാൻ പറ്റും, പിന്നെ എന്താ പല്ലിന്റെ കേട് വരാണ്ട് നമ്മളെ ആരോഗ്യം മീൻസ് വായിലാരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ രണ്ടാമത്തെ നോക്കണ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാറ് ഈ മധുര പലഹാരങ്ങൾ ഒഴിവാക്കാനാണ്. അപ്പൊ നമുക്ക് അധികവും ചായക്കടിയൊക്കെ വൈകുന്നേരം നല്ലോണം ഉണ്ടാവും. പൊരിച്ചതും കരിച്ചതും എരിവുള്ളതും എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ അധികം നല്ല മധുരം ഉള്ളത് കടികൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ബേക്കറി ഉപയോഗിക്കാനേ പാടില്ല ഞാൻ പറയാറ്. കാരണം ബേക്കറി ആകുമ്പോൾ മധുരങ്ങളാണെങ്കിലും അതിങ്ങനെ വായിലിങ്ങനെ പറ്റിപ്പിടിച്ച് പിന്നെ പിറ്റേ ദിവസം പിന്നെ ഡ്രൈ ആയി ഈ സമയം ഇത്രയും മീൻസ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ സമയം ഡ്രൈ ആയിട്ട് ഉമിനീരിന്റെ അളവ് പറയുന്നതുകൊണ്ട് ബാക്ടീരിയസിന്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും വായിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അധികം മധുര പലഹാരങ്ങളും ഒഴിവാക്കുക. ബേക്കറി പാടെ ഒഴിവാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത് പാടെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിന് വൈകുന്നേരം നിങ്ങളിപ്പോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല്ലിന്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട്, മീൻസ് പല്ലിന് മാത്രമല്ല കേട്ടോ. അപ്പൊ പല്ലെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് പല്ലിലാണ് കാണിക്കുക എന്ന് പറയാം. അപ്പൊ പല്ലിന് എന്താണ് നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ എല്ലുകൾക്കും കൂടെ ആരോഗ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഗ്രീൻ കളേഴ്സാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെയുള്ളതും കൂടെ നന്നായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ഭക്ഷണം ഒരു സമീകൃത ആഹാരമാക്കുക. എന്ന് വെച്ചാൽ വെറും കുറെ പിന്നെ ബീഫ് ചിക്കന് അങ്ങനെ കഴിക്കാതെ എല്ലാം കുറേശ്ശെ പ്രോട്ടീനും വേണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സും സാലഡും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സമീകൃത ആഹാരമായിട്ട് കഴിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതുപോലെ സൂപ്പുകൾ, പിന്നെ തണ്ണിമത്തൻ വെള്ളമൊക്കെ പിന്നെ കുറെ മധുരം ഇടരുത്. മധുരം ഇടാതെ നന്നായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവും പല്ലിന്റെ അതുപോലെ മോണയുടെ മൊത്തത്തിലായിട്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിരിക്കും. അങ്ങനെയായിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ എന്തായാലും നോമ്പിൽ എന്തായാലും ഒരു നല്ലോണം നിങ്ങൾ മീൻസ് നല്ലോണം ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ 2 നേരം നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായാലും ചെയ്യാം. രാത്രിയും ചെയ്യാം, രാവിലെയും ചെയ്യാം. പിന്നെ ഈ ഒരു പിന്നെ വായ നാട്ടിന് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അധികം ആൾക്കാർക്കും ഈ നമ്മളുടെ ഈ നാവില് ഒരു വെള്ള പൂപ്പൽ പോലത്തെ ഒരു സാധനം ഉണ്ടാകുന്നത് കൊണ്ടാണ് അധികം വായനാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് പിന്നെ നിങ്ങൾ പല്ല് തേക്കുമ്പോൾ പിന്നെ മെയിനായിട്ട് ഈ നാവ് ക്ലീനർ വെച്ചിട്ട് നാവും കൂടെ ക്ലീൻ ആക്കാനായിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ തോത് കൂട്ടുക. പിന്നെ രാത്രിയാണെങ്കിലും ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ടൂത്ത് പിക്കും ഇതൊക്കെ എടുത്തിട്ട് കുത്തുന്നതിന് പകരം എൻ്റെ ഫ്ലോസ് യൂസ് ചെയ്യുക. ഫ്ലോസ് വെച്ചിട്ട് പല്ലിൻ്റെ ഇടക്കൊക്കെ കുടുങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ കളയാനൊക്കെ ശ്രദ്ധിക്കുക.